നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരാണ്? മലയാള സിനിമാ തറവാട്ടിലെ അമ്മ, വെറും അമ്മയല്ല, അമ്മ മഹാറാണി. കവിയൂർ പൊന്നമ്മയെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയുടെ ഒരു ചരിത്രമാണിത്. ഈ മുതൽ ഞങ്ങളുടെ ഒരു വലിയ ഒരു വിലപ്പെട്ട, ഞങ്ങളുടെ വലിയൊരു പ്രോപ്പർട്ടിയാണ്. മലയാള സിനിമയെ കാച്ചിക്കുറുക്കിയെടുത്താൽ അതിൻ്റെ പേര് കവിയൂർ പൊന്നമ്മ എന്ന് പറയും. മലയാള സിനിമയുടെ എല്ലാ താളവഴികളിലൂടെയും സഞ്ചരിച്ച് ഇപ്പോഴും നിറസാന്നിധ്യമായിട്ട് 2 മാസമായിട്ട് പടം ചെയ്യുന്നില്ല. മാത്തുക്കുട്ടി കഴിഞ്ഞിട്ട് പിന്നെ പടം ചെയ്തില്ല. മോളുണ്ട് അവിടെ. മോള് പറയുന്നത് സിനിമ അഭിനയിക്കേണ്ട, ഒന്നിനും പോകണ്ട, മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാൽ മതി. ഒരുപാട് വർഷമായില്ലേ കിടന്ന് ഓടുന്നു, അപ്പോൾ ഇനി ഓടണ്ടെന്നാണ്. അഭിനയ രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 6 പതിറ്റാണ്ടായിട്ടുണ്ടാവും അല്ലേ? അല്ല, 53 വർഷം. 53 വർഷം. പിള്ളേരൊക്കെ പേടിക്കും. നാടകവും അവരുടെയൊക്കെ അച്ഛനമ്മ. പക്ഷെ എന്നാലും ചേച്ചിക്കൊന്നും വയസ്സായിട്ടില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇത് പുകഴ്ത്തിയതാന്ന് വിചാരിച്ചോ? പുകഴ്ത്തിയതാ അല്ല. എന്താ കാരണം എന്നറിയോ? മനസ്സ് വയസ്സായിട്ടില്ല. കറക്റ്റ്. അതാ ഞാൻ അതുള്ള കാര്യം പറയാലോ. മനസ്സ് വയസ്സായി എന്ന് വിചാരിച്ചാൽ പോയില്ലേ, തീർന്നു. എന്താ കാരണം? ഞാൻ ചേച്ചിയുടെ ടെലിവിഷൻ ഷോകൾ, മറ്റ് സംസാരങ്ങൾ, സ്റ്റേജ് ഷോസ് എല്ലാം കാണുമ്പോൾ ചേച്ചിയുടെ ആ സംസാരത്തിൻ്റെ യൗവനം ഞാൻ എപ്പോഴും തിരിച്ചറിയും. അതായത് ഇത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി, പ്രസരിപ്പ്. പിന്നെ 2 വാചകം പറഞ്ഞാൽ ഒരു വാചകം ചിരിയായിരിക്കും. എന്താ കാരണം? ഒരു വാചകം ചിരിയായിരിക്കും. അതായത് അത്രത്തോളം സന്തോഷം ചേച്ചിക്കുണ്ട്. സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ കരയിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പണ്ടൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളല്ലേ കിട്ടി. പക്ഷേ ജീവിതത്തിനെ അതിൻ്റേതായ സൗഭാഗ്യത്തോടെ കാണാൻ കഴിയുന്ന, അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയില്ല, വളരെ അപൂർവം പേർക്ക് പറ്റുള്ളൂ. അതിൽ ഒരാളാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ എല്ലാ അമ്മയെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയിലെ അമ്മയായി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. അത് ആ അമ്മയെ പ്രേക്ഷകരും അമ്മയാക്കി മാറ്റും. ഇപ്പം മലയാളിയുടെ അമ്മ എന്നുള്ളൊരു പദവി പോലും ഞാനൊരു പരിപാടിയിൽ കൂടി അങ്ങോട്ട് പൊന്നമ്മ ചേച്ചിക്ക് ചാർത്തില്ല. പക്ഷെ ഒന്ന് പിന്നോട്ട് മനസ്സൊന്ന് വായിച്ചു നോക്കി. പിന്നെ വായിക്കാം. ഒരു കൊച്ചുകുട്ടി 5ാം വയസ്സിലൊക്കെ തന്നെ പാട്ട് പഠിക്കുന്നു. 14ാം വയസ്സിൽ ആകസ്മികമായി തോപ്പിൽ ബാസിയും ദേവരാജ മാഷെല്ലാം വിളിച്ചുകൊണ്ട് അരങ്ങിലേക്ക് കയറ്റുന്നു. അന്ന് കരഞ്ഞു, പേടിച്ചിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സുബലക്ഷ്മി ആകാൻ വേണ്ടി കൊതിച്ച ആള് അരങ്ങിലങ്ങോട്ട് അങ്ങ് വിലസി. ഒരു ചോദ്യം. പൊന്നമ്മ ആൻറ്റി നല്ലൊരു ഗായികയാണെന്ന് ഞങ്ങൾക്കറിയാം. സിനിമയിലും നാടകത്തിലും ഒക്കെ കുറേ പാടിയിട്ടുണ്ട്. ഇപ്പം JB ജംഗ്ഷനിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ജലജ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാൻ? ജലജയുടെ ഒരു ആഗ്രഹം. ചുമ്മാ ഒരു വരി, ഒറ്റ വരി മൂളിയാൽ മതി. ഉണ്ണിക്കണ്ണാവായോ, ഊഞ്ഞാലാടാൻ വായോ, അമ്മയ്ക്കു നീയൊരു മുത്തം തായോ. മനോഹരമായിരിക്കണം. അത് വേണുചേട്ടൻ അങ്ങ് ചാഞ്ഞു. അതെ, ചുമലിലേക്ക്. ഇത് ഞാൻ പാടിയതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ചേച്ചി പലപ്പോഴും ഈ പാട്ട് പാടാറുണ്ട്. എൻ്റെ ഫാൻസ് എന്ന് പറയുന്ന കൊച്ചു പിള്ളേരാണ്, കുഞ്ഞുങ്ങൾ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോകുമല്ലോ വിളക്ക് കത്തിക്കാനൊക്കെ. അപ്പോൾ അവർ പറയും ഇത് പാടാൻ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പാടാറുണ്ടെന്നല്ലാതെ, ഒന്നാമത് ഒരുപാട് നാളായി ഒന്ന് ഉറച്ച് പാടിയിട്ടോ, പ്രാക്ടീസ് ചെയ്തിട്ടോ. പിന്നെ ഇപ്പോൾ ഇച്ചിരി കഫക്കെട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രുതി പാടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ലേ. അത് പാടില്ലല്ലോ.
ചേച്ചി വളരെ ചെറുപ്രായത്തിലെ പാടിത്തുടങ്ങിയ ഒരാൾക്ക് പാട്ടിനോട് അങ്ങനെ അങ്ങോട്ട് അത് എനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമാണ് സംഗീതം ഇങ്ങനെ വഴിമാറി.